നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് BJP ഇലക്ഷൻ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോറിനെ ഇത്രയധികം ഭയപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രത്യേക എന്തെങ്കിലും മാരകായുധം എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ? കൃത്യമായി പറഞ്ഞാൽ BJPയെ തച്ച് തകർക്കാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശം ഇപ്പോഴുമുണ്ട് എന്ന് BJP നേതൃത്വം ഉറച്ചു വിശ്വസിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സുനേത്ര പവാറിനെയും അവരുടെ മകനെയും സന്ദർശിച്ചുകൊണ്ട് അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? മാത്രമല്ല, ആ പാർട്ടിയുടെ മുഖ്യ ഉപദേശകനായി ചുമതല ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ശിവസേന ഉദ്ധവ് വിഭാഗത്തിലുള്ള MP-മാരെയും കണ്ടുകൊണ്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തി അവർക്കും വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുവെന്ന് വ്യാപകമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ BJP നേതൃത്വം അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, സഞ്ജയ് റാവത്ത് BJPക്കെതിരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സഞ്ജയ് റാവത്തിനെ കൊടുക്കാൻ BJP ആവുന്നത്ര മുഴുവൻ കളികളും കളിക്കുന്നുമുണ്ട്. റാവത്ത് കൃത്യമായി പ്രശാന്ത് കിഷോറിനെ വിലയിരുത്തുന്നത് വളരെ വൈകാതെ തന്നെ അദ്ദേഹം മികവാർന്ന രീതിയിൽ BJPക്ക് പ്രഹരം നൽകി മുന്നേറും. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഒന്നും തന്നെ പാളിപ്പോകില്ല. പല സംസ്ഥാനങ്ങളിലും BJPയെ തളയ്ക്കാൻ ആവുന്നത്ര കളികൾ അദ്ദേഹം നടത്തും. ഇതെല്ലാമാണ് ഇലക്ഷൻ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോറിനെ പറ്റി ഇവർക്കെല്ലാം അഭിപ്രായം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കൃത്യമായും ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമല്ല, ജൻസൂരജ് പാർട്ടി എന്ന അദ്ദേഹം ഒരു പേരിട്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മഹത്തരമായ മുന്നേറ്റമൊന്നും ബീഹാറിൽ ഇതുവരെയും കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയമല്ലാതെ കാര്യമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്കും അവർക്ക് വഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രശാന്ത് കിഷോർ വരും നാളുകളിൽ അതിഭയാനകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് BJP ഇനി വരുന്ന സംസ്ഥാനങ്ങളിൽ കൂട്ടത്തോൽവിയായിരിക്കും എന്ന പ്രഡിക്ഷനുണ്ട്. കാരണം ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മാക്സിമം, അതായത് നേടാവുന്നതിൻ്റെ പരമാവധി എന്നതിൻ്റെ പീക്ക് വാല്യൂവിൽ എത്തിയിരിക്കുകയാണ് BJP. ഇനി അവിടെ നിന്ന് താഴാൻ പോവുകയാണ്. പറഞ്ഞത് മറ്റാരുമല്ല, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെയാണ് പ്രശാന്ത് കിഷോർ ഈ വാക്കുകൾ ഉരുവിട്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി വരുന്നതാണ്. ജനങ്ങൾക്ക് പെട്രോളിൽ കൂടി മായം കലർത്തി വിൽക്കുന്ന ഈ സർക്കാരിനെ എങ്ങനെയും തള്ളി താഴെയിടണമെന്നും വിദ്യാഭ്യാസ നയങ്ങൾ പരിപൂർണമായി തകിടം മറിച്ച സർക്കാരിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. നഗര ഹൃദയങ്ങളാണ് കൂടുതലായി BJPക്ക് കരുത്ത് പകരുന്ന സ്ഥലങ്ങൾ. ആ നഗര ഹൃദയങ്ങൾ BJPക്ക് തിരിച്ചടിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ ജയിച്ച മണ്ഡലം. അതൊരു അർബൻ മണ്ഡലമാണ്. ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് തിരിച്ചടി വന്നാൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.